ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിങ്ങനെ ഈ ഫെങ് ഷുയി കലണ്ടറിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തെക്ക് ഭാഗം കവർ ചെയ്തു, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഭാഗം കവർ ചെയ്തു. ഇനി അടുത്ത ഒരു ദിശ ഏതാണ്? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് തെക്ക് ഭാഗം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓരോ എപ്പിസോഡിൽ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, നമ്മളിത് കേട്ടിട്ടും പിന്നെ സംശയമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ച് ഓരോന്നായിട്ട് പറഞ്ഞു വരാം. തെക്ക് ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ 3-4 എപ്പിസോഡിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, ഫെബ്രുവരി 5 മുതലാണ് ഫ്ലൈയിങ് സ്റ്റാർ മുഖേന വീടിനൊരു കറക്ഷൻ വരേണ്ടത്. അത് ചേഞ്ച് ചെയ്ത് വെക്കേണ്ട ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെക്ക് ഡയറക്ഷനിലുള്ള വീട്ടുകാർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് പ്ലാന്റ്സ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലൂ കളർ ഷെയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാം, ഗ്രീൻ ഷെയ്ഡൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ദോഷത്തെ കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ക്രിസ്റ്റൽസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് റൂമിൽ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ ദോഷങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീട്ടുകാർക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം വെസ്റ്റ് ഡയറക്ഷനിൽ വന്നിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ 3 ആണ്. 3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സ്റ്റാറാണ്. എപ്പോഴും വഴക്കുണ്ടാവുക. ഈ 3, 5, 7 ഇതെല്ലാം നെഗറ്റീവ് സ്റ്റാർ. ഇതിനകത്ത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയിൽ 4 പോസിറ്റീവ് സ്റ്റാർസും 4 നെഗറ്റീവ് സ്റ്റാർസാണ് ഉള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നെഗറ്റീവ് ആവണമെന്നില്ല, കോമൺ ആയിട്ട് പറഞ്ഞതാണ് അതൊരു നെഗറ്റീവ് സ്റ്റാറാണ് 3 വരുന്നത്. അപ്പം അതിന് വെസ്റ്റ് ഡയറക്ഷനിലാണ് അത് വന്നിട്ടുള്ളത്. കാരണം പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളൊരു ദിക്കാണ് പടിഞ്ഞാറ്. അപ്പോൾ കുട്ടികളുടെ പ്രശസ്തി, കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, ഇതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുവാനുള്ള ചാൻസ് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു കോമ്പിനേഷൻ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മെറ്റൽ എനർജിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം ഇത് 3 എന്ന് പറഞ്ഞ വുഡ് എനർജിയാണ്. അപ്പോൾ വുഡ് എനർജി അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചിന്തിക്കാം, വുഡിന് എൻ്റെ എനർജി ആ ഒരു പവർ കുറയ്ക്കുവാൻ മെറ്റലിന് സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ കൂടുതലായിട്ട് എൻസൈംസ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ പടിഞ്ഞാറ് ദർശനമുള്ള വീട്ടിലുള്ളൊക്കെ ഈ അധികം പ്ലാന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ചില വീടുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ് ഒരു ബൗളിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ പ്രാവശ്യം അവിടെ വേണ്ട. കാരണം ജലം എന്ന് പറയുന്നത് വുഡ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. ജലസാന്നിധ്യമൊന്നും അധികം പടിഞ്ഞാറോട്ട് ഈ വർഷം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ ഒരു പറ്റുമെങ്കിൽ ഒരു മെറ്റൽ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വുഡ് എനർജി അല്പം കുറയും. അതിന് വിൻഷെയിംസോ കാര്യങ്ങളൊക്കെ പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിലിട്ട്. ഈ വിൻഷെയിംസ് പൊതുവേ നമ്മൾ കണ്ടേക്കുന്നത് വീട് ഇങ്ങനെ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് എൻട്രൻസിലൊക്കെ പല ആൾക്കാരും ആ എൻട്രൻസ്, പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഓരോ ദോഷങ്ങൾ പരിഹരിക്കുവാനാണ് വിൻഷെയിംസ് സാധാരണ ഉപയോഗിക്കാറ്. റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുന്ന നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? സാറിന് 6ഉം 5ഉം ആണ് വിൻഷെയിംസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഫെങ് ഷുയിൽ കൂടുതലായിട്ട് 5 റോഡിൻ്റെ 6 റോഡിൻ്റെ ഉപയോഗിക്കാം. സാറിന് പലയിടത്തും 20 റോഡിൻ്റെ വിൻഷെയിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണം ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ എനർജി ബൂസ്റ്റ് ചെയ്യാം. അത് കുറേ മെറ്റൽ അവിടെ വയ്ക്കുന്നതിന് പകരം 3 വിൻഷെയിംസ് കിട്ടും. കാരണം ഓരോ ദോഷപരിഹാരം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുമ്പോൾ 2-5 എന്ന് പറയുന്ന കോമ്പിനേഷൻസൊക്കെ ദോഷത്തെ മാറ്റിയെടുക്കുവാൻ വിൻഷെയിംസിന് കഴിയും. അതേപോലെ തന്നെ സൗത്തിലൊക്കെ നമ്മൾ സൗത്ത് വെസ്റ്റിലൊക്കെ പ്രാവശ്യം കൊണ്ട് വിൻഷെയിംസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ദോഷം ഉണ്ടാവും. പല ആൾക്കാരും വീടിൻ്റെ ഫ്രണ്ടിൽ കാറ്റ് വിട്ടുന്ന സ്ഥലമല്ലേ, അല്പം ശബ്ദം കേട്ടോട്ടെ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റിലൊക്കെ കൊണ്ടുവന്ന പ്രാവശ്യം വിൻഷെയിംസ് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ 7 ആണ് കോമ്പിനേഷൻ വരുന്നത്. ആ എനർജി ബൂസ്റ്റ് ആവും, മെറ്റൽ എനർജി അങ്ങ് ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും. കണ്ട മോഷണം, പിടിച്ചുപറി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ വീടുകളിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വിൻഷെയിംസൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വെസ്റ്റ് ഡയറക്ഷനിൽ വിൻഷെയിംസ് ഇട്ട് കഴിഞ്ഞാൽ ആ 3 എന്ന് പറഞ്ഞ ആ ഒരു എനർജി കുറയ്ക്കുവാനുള്ള കുറച്ച് കഴിവ് അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഡയറക്ഷൻ കുട്ടികളുടെ ഡയറക്ഷനാണ്.
വീട്ടിലെ മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ നമ്മൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ഇന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ എങ്ങനെയും രക്ഷപ്പെടുത്തി വിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ്. അത് അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യണം. അവരെ ബെഡ്റൂമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയതിന് ശേഷം സൂട്ടബിളായിട്ടുള്ള ഏത് ബെഡ്റൂമാണ് അവർക്ക് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ബെഡ്റൂമിലോട്ടൊക്കെ അവരെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണോ? ആരോഗ്യ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വളരെ ചാൻസ് ആണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേലൊരു ചെറിയ പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു, വെസ്റ്റ് ഡയറക്ഷനിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അതിനെ അപേക്ഷിച്ചൊരു എന്താ പറയുക, കഴിഞ്ഞതിൻ്റെ അത്ര എഫക്റ്റ് ചെയ്തില്ലെങ്കിലും ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നോക്കണം, ആ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് ഏത് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളൊക്കെ എങ്ങോട്ട് ചേഞ്ച് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ അവരിരിക്കണം എന്നുള്ളതൊക്കെ ആ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വർഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോമൺ പറയുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സൂട്ടബിൾ. നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, കാരണം ഈ സ്റ്റാറൊക്കെ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും അത് നെഗറ്റീവ് ആവണമെന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ജനിക്കുന്ന ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് സൂട്ടബിൾ ഏതൊക്കെയാണ് സൂട്ടബിൾ അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെസ്റ്റ് ഡയറക്ഷൻ ശ്രദ്ധിക്കേണ്ട ഒരിതാണ്. പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകൾ ഒത്തിരിയുണ്ട്. അവരൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 എന്നൊരു കോമ്പിനേഷൻ വന്നത് ആവശ്യമില്ലാതെ വഴക്കുകളും കാര്യങ്ങളും വീട്ടിലുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ആ ഒരു വുഡ് എനർജിയെ കുറയ്ക്കുവാൻ മെറ്റൽ എനർജിക്ക് പറ്റുമെങ്കിൽ 6 റോഡിൻ്റെ വിൻചെയിംസ് ഒക്കെ വാങ്ങിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. വേറെ വെച്ച് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. അത് ഞാനിപ്പം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂട്ടബിൾ അല്ല, എല്ലാവർക്കും സൂട്ടബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം പറയുന്നത്. കാരണം പലതും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല വീടുകളിലും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് കോമൺ ആയിട്ട് വരുന്നൊരിതാണ്. അതനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിലപ്പം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒരു 6 റോഡിൻ്റെ വെഞ്ചയം വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞുകൂടെ, ആ വീട്ടിലുള്ള എല്ലാവരും കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടേ അവർക്ക് പ്രശ്നമാണ്. അവരെ കുട്ടികൾ ഒരു കാരണവശാലും ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. എത്ര രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവരെ തലയിൽ കയറത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പല കുട്ടികളും പഠിക്കാറുണ്ട്. സാറേ എൻ്റെ മകള് രാത്രി 11 മണി വരെ ഇരുന്ന് പഠിക്കാറുണ്ട്, രാവിലെ 8 മണിക്കാണ് എണീക്കാറുള്ളത്. അത് തന്നെയാണ് ദോഷം മെയിൻ. രാവിലെ എണീച്ചിരുന്ന് എല്ലാ ഇതിൽ ഞാൻ പറയാം, രാവിലെ എണീച്ചിരുന്നേ പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെ എണീച്ചിരുന്ന് പഠിച്ചാലേ നമുക്ക് തലയിൽ കയറത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ അച്ഛനമ്മമാർ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട് വിശദമായിട്ട് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അത് മാറ്റിയെടുക്കാൻ അതിന് പറ്റും. അപ്പം കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റ് ഡയറക്ഷൻ ദോഷമാണിപ്പോൾ. ആ ഡയറക്ഷനിലുള്ള വീട്ടിൽ താമസിക്കുന്നവർ എന്താ പറയുക, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്. വിൻചെയിംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ മൂന്ന് ഡയറക്ഷൻ ഇപ്പം വിശദമായിട്ട് പറഞ്ഞത്, ഒന്ന് സൗത്ത്, അവിടുത്തെ ഡയറക്ഷനും ദോഷമാണ്, അവിടെ പ്ലാന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷം മാറും. സൗത്ത് വെസ്റ്റ് അതും ദോഷമാണ്, അവിടെ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷം മാറും. അതേപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷൻ, ഈ വെസ്റ്റ് ഡയറക്ഷൻ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ ഞാൻ ഇത് പറഞ്ഞു നേരത്തെ, ഒരു ചെറിയ ബൗളിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് സൗത്ത് വെസ്റ്റ് ഉള്ള ലിവിങ് റൂമൊക്കെ ആണെങ്കിൽ അല്ല ലിവിങ് റൂമിലൊക്കെ അല്ല, സൗത്ത് വെസ്റ്റിൽ ജലം സാന്നിധ്യം പാടില്ലാത്തൊരു സ്ഥലമാണ് അത്. സൗത്തിലാണ് അത് വെള്ളം മാറ്റാൻ പറ്റുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു ബൗളിൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റിൻ്റെ പ്രോബ്ലം കുറേക്കൊരു ഇത് മാറ്റം ഉണ്ടാവും. ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുന്നതിന് ഉപരി നമുക്ക് ആ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ്, ബെഡ്റൂമിലത് കൊടുക്കാൻ പാടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വർഷം ഫെബ്രുവരി 5 മുതൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത വർഷം വരെ നമുക്ക് വളരെ നല്ല 6 വരെ വളരെ നല്ല ഗുണമുണ്ടാകും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. വിശദമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പരിഹാരം നിർദ്ദേശിച്ച് തരാം. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഞാനുണ്ടാവും. നമസ്കാരം.